തൃത്താല മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് തൃത്താല മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാം നാമനിർദ്ദേശ പത്രിക നൽകാനായി പട്ടാമ്പി താലൂക്ക് ഓഫീസിലെത്തിയത്. UDF നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു പത്രിക നൽകിയത്. പട്ടാമ്പി തഹസിൽദാറും തൃത്താല മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ T സുജിത്തിനാണ് പത്രിക നൽകിയത്. തൃത്താലയിൽ വികസനത്തിന്റെ പൂക്കാലം തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം VT ബൽറാം അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് UDFന് വലിയ വിജയം നേടാനാവുമെന്നും തൃത്താല തിരിച്ചുപിടിക്കുമെന്നും VT ബൽറാം പറഞ്ഞു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PEA സലാം, UDF നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, ജനറൽ കൺവീനർ SM AK തങ്ങൾ, DCC വൈസ് പ്രസിഡന്റ് CH ഷൗക്കത്ത് അലി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. നിന്ന് ജനവിധി തേടുന്നതിനു വേണ്ടി UDFന്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ തൃത്താലക്കാരോടും വോട്ടർമാരോടും മുഴുവൻ എന്റെ സഹോദരങ്ങളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തവണ നിങ്ങളുടെ എല്ലാം മനസ്സിന്റെ അംഗീകാരം എനിക്കൊപ്പം ഉണ്ടാവണം, UDFനൊപ്പം ഉണ്ടാവണം. കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളെ വിലയേറിയ വോട്ടുകൾ നൽകി നല്ല ഭൂരിപക്ഷത്തിന് ഇത്തവണ തൃത്താലയിൽ UDFന് ഒരു വിജയം സമ്മാനിക്കണം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 15 വർഷമായി, 1.5 പതിറ്റാണ്ട് കാലമായി എനിക്ക് നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ എല്ലാ നിലയ്ക്കുമുള്ള പിന്തുണയും പ്രോത്സാഹനവും ഓരോ ഘട്ടത്തിലും സ്നേഹവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്.